എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി കൊണ്ടുവന്ന ഒരു അടിപൊളി വണ്ടി, അതായത് നല്ല സ്റ്റോക്ക് കണ്ടീഷനിൽ വരുന്ന നല്ല ക്വാളിറ്റി ഒരു വെഹിക്കിളാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത്. പിന്നെ ഒരു മാസമായി നമ്മളൊരു വൈറ്റ് കളർ, അതായത് ഫുൾ ഓപ്ഷൻ വണ്ടി തപ്പി നടക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ നമ്മളെ കയ്യിൽ എത്തിച്ചേർന്നേക്കുന്ന ഒരു നല്ലൊരു പുലിക്കുട്ടി എന്ന് തന്നെ പറയാം, എടുത്ത് പറയാൻ പറ്റുന്ന ഒരു അടിപൊളി വണ്ടിയാണ്. അപ്പം അതിൻ്റെ വിശേഷങ്ങളിലേക്കാണ് പോകുന്നത്. അപ്പോൾ സ്കിപ്പ് ചെയ്താൽ കണ്ടോ. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ആരെങ്കിലും വണ്ടി, അതായത് ഒരു നല്ലൊരു ഇന്നോവ ക്രിസ്റ്റ മേടിക്കാൻ ആഗ്രഹിക്കുന്നവർ, നിങ്ങളുടെ ഫ്രണ്ട്സോ ഫാമിലിയോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊന്ന് അയച്ചു കൊടുക്കുക. ഒരു അടിപൊളി വണ്ടിയാണ്, റീപ്ലേസ്മെൻറ്റ് ഒന്നുമില്ല. ഞാൻ ഫുള്ള് വീഡിയോയിൽ എല്ലാ A to Z സൈഡും അതിൻ്റെ ഇൻറ്റീരിയറിലും എല്ലാം, അതായത് സർവീസ് ഹിസ്റ്ററി അടക്കം നമ്മളെ കയ്യിലുണ്ട്. അപ്പം അത്ര ക്വാളിറ്റിയുള്ള ഹെവി ആയിട്ടുള്ള വണ്ടിയാണ്. അപ്പോൾ സ്കിപ്പ് ചെയ്താൽ 2018 Z ഓട്ടോമാറ്റിക് ആണ് ട്രാൻസ്മിഷൻ വരുന്നത്. ഹൈ ക്വാളിറ്റിന്ന് എടുത്ത് പറയാൻ പറ്റുന്ന വണ്ടിയാണ്. എന്ന് വെച്ചാൽ വണ്ടിക്ക് റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നുമില്ല, സ്റ്റോക്ക് കണ്ടീഷനാണ് വണ്ടി വരുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ടിങ് തന്നെ നോക്കണം. ഫ്രണ്ട് വശത്തേക്ക് വരും. ഇതിൻ്റെ ബോണറ്റ് അതേപോലെ ബമ്പർ കാര്യങ്ങളൊക്കെ സ്റ്റോക്ക് കണ്ടീഷനാണ്. ഹെഡ്ലൈറ്റ് ഒക്കെ സ്റ്റോക്ക് കണ്ടീഷൻ തന്നെയാണുള്ളത്. ചേഞ്ചസോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. മെയിൻ ഗ്ലാസ് ഒറിജിനലാണ് വരുന്നത്. റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നും ഇതുവരെ ചെയ്തിട്ടില്ല. സൈഡിലേക്ക് വരുമ്പോൾ ക്വാർട്ടർ ഗ്ലാസ് അതേപോലെ ഈ ഗ്ലാസ് കാര്യങ്ങളൊക്കെ ഒറിജിനലാണ് വരുന്നത്. പിന്നെ എക്സ്ട്രാ ഇവർ അഡീഷണൽ ഡോർ പാഡ് കാര്യങ്ങളൊക്കെ എക്സ്ട്രാ പിടിപ്പിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ വണ്ടി തുറക്കുന്ന സമയത്ത് സ്ക്രാച്ചോ കാര്യങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടി 4 ഡോറിൻ്റെ സൈഡിലും വെച്ചിട്ടുണ്ട്. പിന്നെ എല്ലാ ഗ്ലാസും, ഓരോ ഗ്ലാസും നമുക്ക് എടുത്തു പറയാൻ പറ്റും. എല്ലാ ഗ്ലാസും അതിൻ്റെ കോഡ്, ബാർകോഡ് കാര്യങ്ങൾ, പിന്നെ ടൊയോട്ടയുടെ സീൽ എല്ലാം ഉണ്ട്. പിന്നെ പേസ്റ്റിംഗ് ഭാഗത്തേക്ക് വരുമ്പോൾ ഒറിജിനൽ പേസ്റ്റിംഗ് ആണ് വരുന്നത്. ഒരു വർക്കോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടില്ല, നിങ്ങൾക്ക് മൊത്തം കാണാൻ പറ്റും. റബ്ബർ ഭാഗത്തേക്ക് വരുമ്പോൾ ഇതുണ്ടോ, നല്ല ടൈറ്റിൽ തന്നെയാണ്. ഒരു വർക്കോ കാര്യങ്ങളോ ഒരു തുരുമ്പോ കാര്യങ്ങളോ ഒന്നുമില്ല. എന്ന് വെച്ചാൽ നല്ല ക്വാളിറ്റിയുള്ള നല്ലൊരു അടിപൊളി വാഹനമാണ് ഇത് വരുന്നത്. പിന്നെ വൈറ്റ് കളറും കൂടെയാണ്. നമുക്കൊരു മാസം നിന്നിട്ടാണ് ഈ ഒരു വണ്ടി ഇപ്പം വന്നേക്കുന്നത്. എല്ലാ ഡോറും കാണിച്ചു തരാൻ പറ്റും. ഒരു വർക്കോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടില്ല. ഇനി മോൾ ഭാഷത്തേക്ക് വരുമ്പോഴും അതേപോലെ തന്നെ ഒരു വർക്കോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടില്ല. നല്ല ടൈറ്റിൽ തന്നെയാണ് ഇരിക്കുന്നതും. എന്ന് വെച്ചാൽ അഴിച്ചിട്ട് വർക്കോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടില്ല. പിന്നെ ഇതിൻ്റെയൊക്കെ സൈഡ് ഭാഗത്തേക്ക് നോക്കുന്ന സമയത്ത് ഇവിടെ ഒരു വർക്കോ കാര്യങ്ങളോ ഒന്നും ഫീൽ ചെയ്യില്ല. എന്ന് വെച്ചാൽ ഒരു വർക്കോ ഡെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ മൈന്യൂട്ടായിട്ടുള്ള സ്ക്രാച്ചസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്ന് വെച്ചാൽ സ്റ്റോക്ക് കണ്ടീഷൻ റീപെയിൻറ്റ് കാര്യങ്ങൾ കയറിയിട്ടില്ല. ഇതിൻ്റെ ക്വാർട്ടർ ഗ്ലാസ്, അതായത് എല്ലാ ഗ്ലാസും ഒറിജിനലാണ്. എല്ലാത്തിലും ബാർകോഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി ടയർ ഭാഗത്തേക്ക് വരുമ്പോൾ ബ്രിഡ്ജ് സ്റ്റോണിൻ്റെ റീസെൻ്റ്ലി, അതായത് ഒരു 90+ ടയേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ബ്രിഡ്ജ് സ്റ്റോൺ 4 ടയറും ബ്രിഡ്ജ് സ്റ്റോണിൻ്റെ ആണ് ഇപ്പം നിലവിൽ കിടക്കുന്നത്. ഇനി ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ ഡിക്കി ഗ്ലാസ് ഒറിജിനലാണ് വരുന്നത്. ഡിക്കിക്ക് ചേഞ്ചസോ കാര്യങ്ങളോ ഒന്നുമില്ല. 2.8, അതായത് 2.8 ലിറ്റർ എഞ്ചിനാണ് വരുന്നത്. ഇസഡ് ടോപ്പ് ഓഫ് ദ ലൈൻ ആണ് വരുന്നത്. അതായത് ഇന്നോവ ക്രിസ്റ്റയിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ഇസഡ് ഓട്ടോമാറ്റിക് ആണ്. പിന്നെ ഇവർ ഇതൊക്കെ അഡീഷണൽ പിടിപ്പിച്ചേക്കുന്നതാണ്. അതായത് ക്രോമ കാര്യങ്ങളൊക്കെ അഡീഷണൽ വെച്ചേക്കുന്നതാണ്. എന്ന് വെച്ചാൽ കുറച്ചും കൂടെ വണ്ടിക്ക് ലുക്ക് കൂടിയിട്ടുണ്ട്. ഡിക്കിയിലേക്ക് നമ്മൾ എന്തെങ്കിലും സാധനങ്ങളോ കാര്യങ്ങളൊക്കെ കയറ്റുന്ന സമയത്ത് ഡാമേജോ കാര്യങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയാണ് ഇത് വെച്ചേക്കുന്നത്. അതായത് പോറല കാര്യങ്ങളൊന്നും അത്ര വെൽ നീറ്റായിട്ട് കീപ്പ് ചെയ്തേക്കുന്ന വണ്ടിയാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഇത് നോക്കുന്ന സമയത്ത് റബ്ബർ കാര്യങ്ങളൊക്കെ അയച്ചു കാണിക്കാൻ പറ്റും. ഇതുവരെ അയക്കലോ പിടിക്കലോ ഒന്നും കാണിച്ചില്ല. പിന്നെ തുരുമ്പ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല ടൈറ്റ് തന്നെയാണ് ഇരിക്കുന്നത്. അത് 4 സൈഡും, അതായത് ഇതിൻ്റെ ഡിക്കിയുടെ എല്ലാ സൈഡും നിങ്ങൾക്ക് അങ്ങനെ കാണാൻ പറ്റും. സ്റ്റോക്ക് കണ്ടീഷനുള്ള ലൈറ്റാണ്. ഒരു വർക്കോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടില്ല. ജാക്കി കാര്യങ്ങളൊക്കെ വണ്ടിക്കകത്ത് ഉള്ളിൽ തന്നെ ഉണ്ട്. ജാക്കി കാര്യങ്ങൾ എന്നുണ്ടോ, കവർ കാര്യങ്ങളൊന്നും പൊട്ടിച്ചിട്ട് പോലും. എന്ന് വെച്ചാൽ ചെറിയ യൂസ് മാത്രം, അതായത് ലോ കിലോമീറ്റർ ഓടിയേക്കുന്ന ഹൈ ക്വാളിറ്റി വണ്ടിയാണ് ഇത് വരുന്നത്. ഡിക്കിക്ക് പേസ്റ്റിങ് പഞ്ചിങ് ഒക്കെ പെർഫെക്റ്റ് ആണ്. അത് ചേഞ്ചസോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ, അതായത് നല്ല വെൽ മെയിൻറ്റെയിൻ ആയിട്ട് കീപ്പ് ചെയ്തേക്കുന്ന നല്ലൊരു കസ്റ്റമറിൻ്റെ വാഹനമാണ് ഇത്. ഇനി ഈ സൈഡിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു ഡെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. എന്ന് വെച്ചാൽ എല്ലാ സൈഡും, അതായത് വണ്ടിയുടെ ഓൾമോസ്റ്റ് എല്ലാ സൈഡിലും ബോഡി ലൈൻസ് കാര്യങ്ങളൊക്കെ വളരെ നീറ്റ് ആൻഡ് ഭംഗിയായിട്ട് തന്നെ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. പിന്നെ ടയറിൻ്റെ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞു. ഇത് ബ്രിഡ്ജ് സ്റ്റോണിൻ്റെ ടയേഴ്സാണ് കിടക്കുന്നത്. 4 ടയർ സെയിം ക്വാളിറ്റി തന്നെയാണ് കിടക്കുന്നത്. ഒരു 85 to 95% ടയേഴ്സ് ഉണ്ട്. പിന്നെ സൈഡ് മിറർ കാര്യങ്ങളൊക്കെ ഫോൾഡബിൾ ആണ് വരുന്നത്. പിന്നെ ഇതിനൊന്നും ചേഞ്ചസ് ഇല്ല. ഒരു ഡോറും, അതായത് നമുക്ക് എല്ലാ ഡോറും ഓപ്പൺ ആക്കി കാണിക്കാം, ഒന്നിനും ചേഞ്ചസോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ഒരു റഫ് യൂസോ കാര്യങ്ങളൊന്നും വണ്ടി ചെയ്തിട്ടില്ല. ഇതുണ്ടോ, നല്ല ടൈറ്റാണ്. എന്ന് വെച്ചാൽ ടൈറ്റ് ആയതുകൊണ്ടാണ് നമുക്ക് പിടിക്കുമ്പോൾ തന്നെ കിട്ടാത്തത്. അല്ലെങ്കിൽ നമുക്ക് എല്ലാം ഇതേപോലെ അഴിച്ച് കാണിക്കാൻ പറ്റും. നല്ല ടൈറ്റിൽ തന്നെയാണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് പെട്ടെന്ന് അഴിച്ചാൽ നമുക്ക് കിട്ടാത്തത്. എല്ലാ ഡോറിൻ്റെ ഭാഗവും നമുക്ക് അഴിച്ച് നോക്കാൻ പറ്റും.
നല്ല ക്വാളിറ്റി തന്നെയാണ് ഇരിക്കുന്നത്. ടൈറ്റ് ആയതുകൊണ്ടാണ് നമുക്ക് അഴിച്ചാൽ പോലും കിട്ടാത്തത്. എന്ന് വെച്ചാൽ ഇതുവരെ വർക്കോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടില്ല. ഇവിടെ ഒരു രണ്ടോ വർക്കോ ഒന്നുമില്ല. എല്ലാ ലൈൻസും, അതായത് ബോഡി ലൈൻസ് കാര്യങ്ങളൊക്കെ ഡോറിൻ്റെ കാണാൻ പറ്റുന്നുണ്ട്. നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി തന്നെയാണ് വണ്ടി ഇരിക്കുന്നത്. ഇനി ഇന്ത്യൻ ഭാഗത്തേക്ക് വരുവാണെങ്കിൽ പ്ലസ് ക്വാളിറ്റി എന്ന് തന്നെ പറയാം. ഇത് 7 സീറ്റർ വെഹിക്കിളാണ്. അതായത് ക്യാപ്റ്റൻ സീറ്റ് വരുന്ന 7 സീറ്റർ വെഹിക്കിളാണ്. ഫ്രണ്ട് വശത്ത് 4, ബാക്ക് വശത്ത് 3. പിന്നെ അഡീഷണൽ പിള്ളേർക്ക് ഇരിക്കാൻ വേണ്ടി ഒരു ഇത് എക്സ്ട്രാ വെച്ചേക്കുന്നതാണ് പിള്ളേർക്ക് ഇരിക്കാൻ വേണ്ടി. അത് വേണമെങ്കിൽ നമുക്ക് എടുത്ത് റിമൂവ് ചെയ്യാം. നമ്മൾ ഇത് വണ്ടി അവരുടെ അടുത്ത് നിന്ന് കിട്ടിയതുപോലെ തന്നെയാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. പിന്നെ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിലാണ് വരുന്നത്. പിന്നെ ടോപ്പ് ഭാഗത്തേക്ക് വരുമ്പോൾ അവിടെ ചെളിയോ കാര്യങ്ങളോ ഒന്നുമില്ല. വളരെ നീറ്റ് ആൻഡ് കണ്ടീഷൻ ആയിട്ട് തന്നെയാണ് ടോപ്പ് വശം ഇരിക്കുന്നത്. പിന്നെ എക്സ്ട്രാ ആംബിയൻസ് ലൈറ്റ് കാര്യങ്ങളൊക്കെ, അതായത് സ്റ്റോക്ക് കണ്ടീഷനുള്ള ആംബിയൻസ് ലൈറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ സ്റ്റീരിയോ കൺട്രോള്, AC കൺട്രോള് കാര്യങ്ങൾ, പവർ വിൻഡോസ് എല്ലാം, അതായത് ടോപ്പ് ഓഫ് ദ ലൈൻ എന്നാണ് പറയുന്നത്. അതായത് നമുക്ക് ഇന്നോവ ക്രിസ്റ്റയിൽ ഏറ്റവും ടോപ്പ് വേരിയൻ്റാണ് ഇസഡ് ഓട്ടോമാറ്റിക്. അപ്പോൾ ഹൈ ക്വാളിറ്റി തന്നെ മെയിൻറ്റെയിനും കൂടെ ചെയ്തേക്കുന്ന നല്ലൊരു വാഹനമാണ്. ഫ്രണ്ട് ഗ്ലാസിൻ്റെ അടിയിൽ ചെറിയൊരു ഇത് വീണിട്ടുണ്ട്, ഒരു കല്ലടിച്ച് തോന്നുന്നു, ചെറിയൊരു ക്രാക്ക് മാത്രം. അത് എടുത്ത് പറയത്തക്കതില്ല. പക്ഷേ ഫ്രണ്ട് ഗ്ലാസ് ഒറിജിനലാണ്, റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നും തട്ടിയിട്ടില്ല. പിന്നെ ഇതേപോലെ ഇനി നമുക്ക് മെയിനായിട്ട് കാണുന്ന എൻജിൻ ഭാഗമാണ്. ഒരു വർക്കോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടില്ല. ഞാൻ ജസ്റ്റ് നിങ്ങൾ ഓപ്പൺ ആക്കിയും കൂടെ കാണിച്ചു തരാം. എൻജിൻ റൂമിൻ്റെ അകത്ത് ഒരു വർക്കോ കാര്യങ്ങളോ ഒന്നും കാണിക്കാൻ പറ്റില്ല. പിന്നെയെന്ന് വെച്ചാൽ വാഷോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല വണ്ടി. എൻജിൻ റൂം അതായത് സ്റ്റോക്ക് കണ്ടീഷൻ അവർ റൺ ചെയ്യുന്ന കണ്ടീഷൻ തന്നെയാണ് ഇരിക്കുന്നത്. നമുക്ക് ബോണറ്റിൻ്റെ പേസ്റ്റിങ് കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അത് ഒരു വർക്കോ കാര്യങ്ങളോ ഒന്നും എടുത്തില്ല. ഒരു സൈഡിൽ പോലും നമുക്ക് വർക്കോ കാര്യങ്ങളോ ഒന്നും കാണിക്കാൻ പറ്റില്ല. ഇനി അപ്പുറം ഭാഗത്തേക്ക് വരുമ്പോൾ ഒരു വർക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒറിജിനൽ പേസ്റ്റ് കണ്ടീഷനാണ് വരുന്നത്. പിന്നെ റീസെൻ്റ്ലി കമ്പനി തന്നെ സർവീസ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ വണ്ടി 2018 മാനുഫാക്ചർ, 2018 തന്നെ രജിസ്റ്ററും ചെയ്തേക്കുന്ന വണ്ടിയാണ്. ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ വാലിഡ് ആണ്. ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ റീസെൻ്റ്ലി സർവീസ് ചെയ്തിട്ടുണ്ട് വണ്ടിക്ക്. പിന്നെ ഇതുവരെ ചെയ്തേക്കുന്ന സർവീസ് മൊത്തം കമ്പനിയിൽ നിന്നാണ്. നമ്മൾ കൂടുതൽ വണ്ടികളും എടുക്കുന്നത് സ്റ്റോക്ക് കണ്ടീഷനും അതേപോലെ തന്നെ കമ്പനി സർവീസ് റെക്കോർഡുള്ള വണ്ടികളാണ്. അതായത് നമുക്ക് കുറേ ടൈം എടുക്കുന്നത്. എന്ന് വെച്ചാൽ ഇതിപ്പോൾ 1 മാസം നിന്നിട്ടാണ് ഇങ്ങനൊരു നല്ല ക്വാളിറ്റി ഉള്ള വാഹനം നമ്മളിലേക്ക് എത്തിയത്. ഇതുവരെ നമ്മളുടെ അടുത്ത് വൈറ്റിലൊരു സ്റ്റോക്ക് വന്നിട്ടില്ലായിരുന്നു. അപ്പോൾ അത്രയ്ക്ക് നല്ല ഗ്യാരണ്ടി പറയാനും കണ്ണടച്ച് കൊടുക്കാൻ പറ്റുക എന്ന് പറയുന്നവരെ ഇത് കണ്ണടച്ച് നിങ്ങൾക്ക് തരാൻ പറ്റും. അത്ര ഒരു കൺഫർമേഷനിൽ തരാൻ പറ്റുന്ന ഒരു നല്ലൊരു വാഹനമാണ്. അപ്പം ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും കൂടെ പറയുകയാണ്. 2018 വരുന്ന വണ്ടിയാണ്. രജിസ്ട്രേഷനും മാനുഫാക്ചറിങ് ചെയ്തേക്കുന്നത്. കിലോമീറ്റർ ഓടിയേക്കുന്ന 1,21,000 കിലോമീറ്ററാണ്. വിത്ത് സർവീസ് റെക്കോർഡ് കാര്യങ്ങളുണ്ട്. റീപ്ലേസ്മെൻറ്റ് ഒന്നുമില്ല. പിന്നെ ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ വാലിഡ് ആണ്. ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ് ഉണ്ട്. ഇൻഷുറൻസിൻ്റെ കോപ്പി കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നതാണ്. പിന്നെ ഇതിന് ചോദിക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ വെറും 15,65,000 രൂപ മാത്രമേ ഉള്ളൂ. അതും നെഗോഷ്യബിൾ പ്രൈസാണ്. പക്ഷേ നേരിയ, അതായത് നമ്മൾ പാർട്ടിയോട് സംസാരിച്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഒരു നല്ലൊരു പ്രൈസിനാണ് നിങ്ങൾക്ക് വണ്ടി കൊണ്ടുവന്നേക്കുന്നത്. അപ്പോൾ ചെറിയ രീതിയിൽ അവരെന്തെങ്കിലും വിട്ടുവീഴ്ച കാര്യങ്ങളൊക്കെ ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ടോക്കൺ മണി ഇടുന്ന കൂട്ടത്തിൽ അവർക്കത് നമുക്ക് ഫൈനലാക്കി കൊടുക്കാൻ പറ്റും. പിന്നെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഹെവി ക്വാളിറ്റിയാണ്. നിങ്ങൾക്ക് റീപ്ലേസ്മെൻ്റ് ഒന്നുമില്ല. സ്റ്റോക്ക് കണ്ടീഷനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഇത് മേടിക്കുന്നത് നിങ്ങൾക്ക് ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും. പിന്നെ ഇത് ടോപ്പ് മോഡലാണ്. അതായത് പുഷ് ബട്ടൺ സ്റ്റാർട്ടിങ് വരുന്നുണ്ട്. AC ക്ലൈമറ്റ് കൺട്രോൾ അലോയ് വീൽസ് വരുന്നുണ്ട്. അതേപോലെ തന്നെ പവർ വിൻഡോസ് കാര്യങ്ങൾ, AC കൺട്രോൾ, ക്രൂയിസ് കൺട്രോൾ എല്ലാം അടങ്ങിയ ഒരു നല്ലൊരു വാഹനമാണ്. പിന്നെ റീപ്ലേസ്മെൻ്റ് ഇല്ല. ഒരു ഷോറൂമിൽ നിന്ന് നിങ്ങൾ എങ്ങനെയാണോ വണ്ടി എടുക്കുന്നത് അതേപോലെ എടുക്കാൻ പറ്റും. പിന്നെ ഇതുവരെ ചെയ്തേക്കുന്ന സർവീസ് ഹിസ്റ്ററി മൊത്തം ഉണ്ട്. പിന്നെ വൈറ്റ് കളറും കൂടിയാണ്. നിങ്ങൾക്ക് ഒരുപാട് പേര് വൈറ്റ് കളർ മേടിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ നോക്കിയപ്പം പോലും നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ അല്ലാത്തൊരു കളറാണ് വൈറ്റ്. അപ്പോൾ അങ്ങനെ കിട്ടിയൊരു വണ്ടിയാണ്. അപ്പം എത്രയും പെട്ടെന്ന് തന്നെ നമ്മളെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു അടിപൊളി വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ ഇതുവരെ ഇട്ടേക്കുന്ന വണ്ടികളെല്ലാം സോൾഡ് ഔട്ട് ആയിട്ടുണ്ട്. ഇന്നലെയും കൂടെ ഇട്ട് 2019 ടോക്കൺ മണി കിട്ടിയിട്ടുണ്ട്. 2-3 ദിവസത്തിനുള്ളിൽ അവർ പേയ്മെൻറ്റ് ചെയ്യാമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ അത് വണ്ടി കണ്ടെയ്നർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കണ്ടെയ്നറിൻ്റെ വീഡിയോസ്, ഫോട്ടോസ് കാര്യങ്ങളൊക്കെ നമ്മൾ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ എല്ലാത്തിൻ്റെയും ഫോട്ടോസ് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നതാണ്. ആര് വണ്ടി എടുത്താലും അവരുടെ ഫീഡ്ബാക്ക് കാര്യങ്ങളൊക്കെ നമ്മൾ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ തന്നെ പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അതും കൂടെ കേൾക്കാവുന്നതാണ്.
കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൻ്റെ ലിങ്ക് നമ്മൾ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഡയറക്റ്റ് അതിൻ്റെ അകത്തേക്ക് കയറാൻ ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ പുതിയ പുതിയ വണ്ടികൾ ഇടുമ്പം ആദ്യം നിങ്ങൾക്ക് അപ്ഡേറ്റ് കിട്ടും. അത് കഴിഞ്ഞ് വീഡിയോസ് കാര്യങ്ങളൊക്കെ നമ്മളെ ചാനലിലുണ്ടാകും. നമ്മളെ സർവീസ് കാര്യങ്ങൾ പിന്നെ NOC കാര്യങ്ങളൊക്കെ വരുന്നത് ഇപ്പോൾ കുറച്ചും കൂടെ ഫാസ്റ്റായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ചെറിയ ഡിലേ ഒക്കെ നേരത്തെ വരുന്നുണ്ടായിരുന്നു, ഇപ്പോൾ കുറച്ചും കൂടെ ഫാസ്റ്റായിട്ട് കിട്ടുന്നുണ്ട്. അപ്പം ഇനി വണ്ടിക്ക് താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്തോ. അപ്പോൾ നിങ്ങൾക്ക് വന്ന് കണ്ടവർക്ക് ഇവിടെ വേണമെങ്കിൽ വന്ന് കാണാം. ഇല്ലെങ്കിൽ നമുക്ക് ഈ പറയുന്ന സെയിം കണ്ടീഷനിൽ നിങ്ങളെ വീട്ടിലേക്ക് വണ്ടി എത്തിച്ച് തരുന്നതാണ്. എന്ന് വെച്ചാൽ ഏതൊരു ലൊക്കേഷൻ, ബാംഗ്ലൂർ അല്ലെങ്കിൽ കൊച്ചി, നമുക്ക് രണ്ടിടത്ത് എപ്പോഴും കണ്ടെയ്നർ, അതായത് ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ നമുക്ക് കണ്ടെയ്നർ നാട്ടിലേക്ക് പോകുന്നുണ്ട്. അപ്പം എത്രയും പെട്ടെന്ന് തന്നെ നമ്മളെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് കോൺടാക്ട് ചെയ്യുക. അപ്പം ഇതേപോലത്തെയുള്ള പുതിയ പുതിയ വീഡിയോസിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.